ഓം ശാന്തി. 28/8/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഡ്രാമയുടെ ഗുപ്തരഹസ്യം അറിഞ്ഞു കഴിഞ്ഞു. ഈ സംഗമയുഗം തന്നെയാണ് കയറുന്ന കലയുടെ യുഗം. സത്യുഗം മുതൽ കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം: ഏറ്റവും ഉത്തമമായ സേവനം ഏതാണ്? ആ സേവനം ആരാണ് ചെയ്യുന്നത്? ഉത്തരം: ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുക, യാചകനെ രാജകുമാരനാക്കി മാറ്റുക, പതിതരെ പാവനമാക്കി മാറ്റുക. ഇതാണ് ഏറ്റവും ഉത്തമമായ സേവനം. ഈ സേവനം ഒരു ബാബയ്ക്കല്ലാതെ മറ്റൊരാൾക്കും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ബാബയാണ് ഇങ്ങനെയുള്ള മഹാനായ സേവനം ചെയ്യുന്നത്. അതിനാലാണ് കുട്ടികൾ ബാബയ്ക്ക് ബഹുമാനം നൽകുന്നത്. ഏറ്റവും ആദ്യം സോമനാഥന്റെ ക്ഷേത്രമുണ്ടാക്കി പൂജ ചെയ്യുന്നു. ഗീതം: അങ്ങനെ ആ ദിനം ഇന്ന് വന്നെത്തി. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ, ഗീതം കേട്ടില്ലേ? എപ്രകാരമാണോ ആത്മാവ് ഗുപ്തവും ശരീരം പ്രത്യക്ഷവുമായിട്ടുള്ളത്, ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് അപ്രത്യക്ഷമായിരിക്കുന്നത്. തീർച്ചയായും ആത്മാവുണ്ട്, എന്നാൽ ശരീരവുമായി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മാവ് ഗുപ്തമാണെന്ന് പറയുന്നത്. ആത്മാവ് ഞാൻ നിരാകാരനാണെന്ന് സ്വയം പറയുന്നു. ഇവിടെ സാകാരത്തിൽ വന്ന് ഗുപ്തമായിരിക്കുകയാണ്. ആത്മാക്കളുടേത് നിരാകാരി ലോകമാണ്. അവിടെ ഗുപ്തമായ കാര്യമൊന്നും തന്നെ ഇല്ല. പരമപിതാ പരമാത്മാവും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അവരെ തന്നെയാണ് പറയുന്നത് ഗുപ്തമെന്ന്. ഉയർന്നതിലും ഉയർന്നത് ആത്മാവാണ്. ഏറ്റവും ഉപരിയായി കഴിയുന്നത് പരംപിതാ പരമാത്മാവാണ്. ബാബ പറയുന്നു, എങ്ങനെയാണോ നിങ്ങൾ ഗുപ്തമായി ഇരിക്കുന്നത്, എനിക്കും ഗുപ്തമായി തന്നെ വരേണ്ടതുണ്ട്. ഞാൻ ഗർഭ ജയിലിലേക്ക് വരുന്നില്ല. ശിവൻ എന്ന നാമത്തിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ ഈ ശരീരത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും എന്റെ പേര് മാറുന്നില്ല. ബാക്കി ഈ ബ്രഹ്മാവിന്റെ ആത്മാവിന് ശരീരമുണ്ട്. അവരുടെ പേരാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ശിവൻ എന്ന് തന്നെയാണ് പറയുന്നത്, സർവാത്മാക്കളുടെയും പിതാവ്. നിങ്ങൾ ആത്മാക്കളെല്ലാം ഈ ശരീരത്തിൽ ഗുപ്തമാണ്. ഈ ശരീരത്തിലൂടെ തന്നെയാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ഗുപ്തം തന്നെയാണ്. ഞാൻ ആത്മാവ് ഈ ശരീരവുമായി ചേർന്നിരിക്കുകയാണെന്ന ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ആത്മാവ് അദൃശ്യമാണ്, ശരീരം ദൃശ്യമാണ്. ഞാനും അശരീരിയാണ്. ബാബ അദൃശ്യനാണ്. ഈ ശരീരത്തിലൂടെയാണ് കേൾപ്പിക്കുന്നത്. നിങ്ങളും അദൃശ്യരാണ്. ശരീരത്തിലൂടെയാണ് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ബാബ വന്നിരിക്കുകയാണ്. ബാബ വന്നിരിക്കുന്നത് വീണ്ടും ഭാരതത്തെ ദരിദ്രനിൽ നിന്നും ധനവാനാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ പറയും, നമ്മുടെ ഭാരതം നിർധനമാണ്. എല്ലാവർക്കും അറിയാം. എന്നാൽ എപ്പോഴാണ് നമ്മുടെ ഭാരതം ധനവാനായിരുന്നത്, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയുകയില്ല. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം ലഹരിയുണ്ട്. നമ്മുടെ ഭാരതം വളരെയധികം ധനവാനായിരുന്നു. ദുഃഖത്തിന്റെ കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. സത്യുഗത്തിൽ രണ്ടാമതൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഒരു ദേവതാ ധർമ്മം മാത്രമായിരുന്നു. ഇതാരും അറിയുന്നില്ല. ഈ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരാളും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി, നമ്മുടെ ഭാരതം ധനവാനായിരുന്നു. ഇപ്പോൾ വളരെ ദരിദ്രമായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ബാബ ധനവാനാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. ഭാരതം സത്യയുഗത്തിൽ വളരെയധികം ധനവാനായിരുന്നു. എപ്പോഴാണോ ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നത്, പിന്നീട് ഈ രാജ്യം എവിടെ പോയി? ഇതാർക്കും തന്നെ അറിയുകയില്ല.
ഋഷി മുനിമാർ പോലും പറയാറുണ്ട്, ഞങ്ങൾക്ക് രചയിതാവിനെയോ രചനയെയോ അറിയുകയില്ല. ബാബ പറയുന്നു, സത്യത്രേതായുഗത്തിൽ ദേവീ ദേവതകൾക്കും രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ആദിമധ്യ അന്ത്യം അറിയുമായിരുന്നില്ല. അഥവാ അവരിൽ ഞങ്ങൾ ഏണിപ്പടി ഇറങ്ങി പാതാളത്തിലേക്ക് പോകും എന്ന ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ചക്രവർത്തി പദവിയുടെ സുഖം അവർക്കുണ്ടായിരിക്കുകയില്ല. ചിന്തയിൽ മുഴുകിയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തയുണ്ട്, എങ്ങനെ നമുക്ക് തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറാം. നമ്മൾ ഏതെല്ലാം ആത്മാക്കളാണോ നിരാകാരി ലോകത്തിൽ വസിച്ചിരുന്നത്, അവിടെ നിന്ന് പിന്നെ എങ്ങനെ സുഖധാമത്തിലേക്ക് വന്നു. ഇതും ജ്ഞാനമാണ്. ഇപ്പോൾ നമ്മൾ കയറുന്ന കലയിലാണ്. ഇത് 84 ജന്മങ്ങളുടെ പടിയാണ്. ഇതിനിടയിൽ എന്തെല്ലാമാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരും സത്യയുഗത്തിലേക്ക് വരികയില്ല. ഡ്രാമ അനുസരിച്ച് ഓരോ അഭിനേതാക്കളും നമ്പർ വൈസായി അവരവരുടെ സമയത്ത് വന്ന് പാർട്ട് അഭിനയിക്കും. ദരിദ്രരുടെ നാഥൻ എന്ന് ആരെയാണ് പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി. ലോകത്തിന് അറിയുകയില്ല. ഗീതത്തിൽ കേട്ടില്ലേ, അങ്ങനെ ആ ദിനവും ഇന്ന് വന്നെത്തി. ഇതെല്ലാം ഭക്തിയാണ്. ഭഗവാൻ എപ്പോൾ വന്നാണ് നമ്മൾ ഭക്തരെ ഈ ഭക്തി മാർഗത്തിൽ നിന്ന് മോചിപ്പിച്ച് സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്? ഇതും മനസ്സിലാക്കി തന്നു. രാമരാജ്യം രാവണരാജ്യം എന്നത് എന്തിന്റെ പേരാണ്? ഇതും ഒരു മനുഷ്യർക്കും അറിയുകയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി, ബാബ ഈ ശരീരത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ശിവൻ തീർച്ചയായും വരുന്നുണ്ട്. ഞാൻ കൃഷ്ണന്റെ ശരീരത്തിലാണ് വരുന്നത് എന്ന് പറയുകയില്ല. ബാബ പറയുന്നു, കൃഷ്ണന്റെ ആത്മാവും 84 ജന്മങ്ങൾ എടുത്തിരിക്കുകയാണ്. ആരാണോ ആദ്യ നമ്പറിലുണ്ടായിരുന്നത് അവരിപ്പോൾ അവസാന നമ്പറിലാണ്. തതത്വം. ഞാൻ വരുന്നത് ഒരു സാധാരണ ശരീരത്തിലേക്കാണ്. നിങ്ങൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നതെന്ന കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ ഒരാളും സ്വയത്തെ ദേവതാ ധർമ്മത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സത്യുഗത്തെ വളരെ ദൂരെ കൊണ്ടുപോയി. കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം എന്നെഴുതി വെച്ചു. വാസ്തവത്തിൽ ഡ്രാമയുടെ ഹിസ്റ്ററിയാണെങ്കിൽ വളരെ ചെറുതാണ്. ഇതിൽ ചില ധർമ്മങ്ങളുടെ ഹിസ്റ്ററി 500 വർഷത്തിൻ്റെതുമാണ്. ചിലത് 2500 വർഷത്തിൻ്റെതുമാണ്. നിങ്ങളുടെ ഹിസ്റ്ററി 5000 വർഷത്തിൻ്റെതാണ്. ദേവതാ ധർമ്മത്തിലുള്ളവർ സ്വർഗത്തിലേക്ക് വരും. മറ്റുള്ള ധർമ്മങ്ങളെല്ലാം അതിനുശേഷം വരുന്നതാണ്. ദേവതാ ധർമ്മത്തിലുള്ളവർ തന്നെയാണ് മറ്റുള്ള ധർമ്മത്തിലേക്ക് മാറിപ്പോയിട്ടുള്ളത്. ഡ്രാമ അനുസരിച്ച് വീണ്ടും ഇതേപോലെ തന്നെ പരിവർത്തനപ്പെടും. പിന്നീട് തന്റെ തന്നെ ധർമ്മത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് വിശ്വത്തിന്റെ അധികാരിയായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ സ്വർഗം സ്ഥാപിക്കുന്നവനാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകാതിരിക്കണം? ബാബയിൽ നിന്ന് നമ്മൾ തീർച്ചയായും സമ്പത്ത് നേടും. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും, ഇവർ നമ്മുടെ ധർമ്മത്തിലേതാണ്. ആരാണോ ധർമ്മത്തിലേതല്ലാത്തത് അവർ വരിക തന്നെയില്ല. പരധർമ്മത്തിലേക്ക് എന്തിനു പോയി എന്ന് പറയും. നിങ്ങൾ കുട്ടികൾക്കറിയാം, സത്യുഗം പുതിയ ലോകത്തിൽ ദേവതകൾക്ക് വളരെയധികം സുഖമായിരുന്നു. സ്വർണ കൊട്ടാരമായിരുന്നു. സോമനാഥ ക്ഷേത്രത്തിൽ എത്രയധികം സ്വർണമായിരുന്നു! ഇങ്ങനെയുള്ള മറ്റൊരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. അവിടെ വളരെയധികം വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഉണ്ടായിരുന്നു. ബൗദ്ധരുടെ ക്ഷേത്രത്തിൽ വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കുട്ടികളെ ഏത് ബാബയാണോ ഇത്രയും ഉയർന്നതാക്കി മാറ്റിയത്, ആ ബാബയ്ക്ക് നിങ്ങൾ തീർച്ചയായും ബഹുമാനം നൽകണം. ആരാണോ സത്കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുള്ളത് അവർക്ക് ബഹുമാനം നൽകാറുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം,
ഏറ്റവും നല്ല കർമ്മം പതിതരെ പാവനമാക്കുക എന്നതാണ്. ഇതൊരു ബാബ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളും പറയുന്നുണ്ട്, ഏറ്റവും ഉത്തമത്തിലും ഉത്തമമായ സേവനം ഒരു ബാബ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ ദരിദ്രനിൽ നിന്നും രാജാവാക്കി മാറ്റുന്നത് ഒരു ബാബയാണ്. ആരാണോ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നത് അവരെ ആരും ബഹുമാനിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഉയർന്നതിലും ഉയർന്ന ക്ഷേത്രം സോമനാഥ ക്ഷേത്രമാണ്. അതിൽ നിന്നെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ നിന്ന് ആരും കൊള്ളയടിച്ചിട്ടില്ല. സോമനാഥ ക്ഷേത്രമാണ് കൊള്ളയടിച്ചത്. ഭക്തിമാർഗത്തിലും വളരെയധികം ധനവാന്മാരുണ്ടായിരുന്നു. രാജാക്കന്മാരിലും നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. താഴ്ന്ന പദവിയിലുള്ളവർ ഉയർന്ന പദവിയിലുള്ളവരെ ബഹുമാനിക്കുന്നു. രാജ്യസഭയിലും നമ്പർ വൈസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ബാബ എല്ലാത്തിൻ്റെയും അനുഭവിയാണല്ലോ. ഇവിടെയുള്ള രാജ്യസഭ പതിത രാജാക്കന്മാരുടേതാണ്. പാവന രാജാക്കന്മാരുടെ രാജ്യസഭ എങ്ങനെയായിരിക്കും? അവരുടെ പക്കൽ ഇത്രയധികം ധനമുള്ളത് കാരണം അവരുടെ വീടും അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലെ മഹാരാജ മഹാറാണി ആവുകയാണ്. പിന്നീട് നമ്മൾ വീഴുന്നു. പിന്നീട് നമ്മൾ ആദ്യം ശിവബാബയുടെ പൂജാരിയായി മാറുന്നു. ആര് നമ്മളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നുണ്ടോ നമ്മൾ അവരുടെ പൂജയാണ് ചെയ്യുന്നത്. ബാബ നമ്മളെ വളരെയധികം ധനവാനാക്കി മാറ്റി. ഇപ്പോൾ ഭാരതം എത്ര ദരിദ്രമാണ്. ആദ്യം ഇത്രയധികം ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. വളരെയധികം സന്തോഷത്തിൽ ജീവിച്ചിരുന്നു. ഏത് ഭൂമിയാണോ 500 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ 5000 രൂപയ്ക്ക് പോലും ലഭിക്കുന്നില്ല. അവിടെ ഭൂമിക്ക് യാതൊരു വിലയുമില്ല. ആർക്ക് എത്ര വേണോ അത്രയും എടുക്കാം. അനേക സ്ഥലങ്ങളുണ്ട്. മധുരമായ നദികളുടെ തീരത്തായിരിക്കും നിങ്ങളുടെ കൊട്ടാരം ഉണ്ടായിരിക്കുക. വളരെ കുറച്ചു മനുഷ്യരായിരിക്കും. പ്രകൃതി ദാസിയായിരിക്കും. ഫലവും പുഷ്പവും വളരെ നല്ലത് ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ എത്ര പരിശ്രമിക്കുന്നു. എന്നാൽ വരൾച്ച ഉണ്ടാകുകയാണെങ്കിൽ അന്നം ലഭിക്കുകയില്ല. അപ്പോൾ ഗീതം കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടായിരിക്കണം. ബാബയെ ഏഴകളുടെ തോഴൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അർത്ഥം മനസ്സിലായില്ലേ? ആരെയാണ് ധനവാനാക്കി മാറ്റുന്നത്? ആരിവിടെ വരുന്നുണ്ടോ അവരെ തീർച്ചയായും ധനവാനാക്കി മാറ്റും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പാവനത്തിൽ നിന്നും പതിതമായി മാറാൻ 5000 വർഷങ്ങൾ എടുത്തു. ഇപ്പോൾ ബാബ പെട്ടെന്ന് തന്നെ പതിതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു. ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു. 1 സെക്കൻഡിലാണ് ജീവൻ മുക്തി ലഭിക്കുന്നത്. പറയുന്നു, ബാബ ഞാൻ അങ്ങയുടേതാണ്. ബാബയും പറയുന്നു, കുട്ടി വിശ്വത്തിന്റെ അധികാരിയാണ്. കുട്ടി ജന്മമെടുത്തു, അവകാശിയായി മാറി. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടായിരിക്കണം. എന്നാൽ പെൺകുട്ടിയെ കാണുമ്പോൾ തല താഴുന്നു. ഇവിടെ എല്ലാ ആത്മാക്കളും പുരുഷനാണ്. നമ്മൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മനസ്സിലായി, നമ്മൾ 5000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിന്റെ അധികാരിയായിരുന്നു. ബാബയാണ് ഇങ്ങനെയാക്കി മാറ്റിയത്. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് വന്നിരുന്നതെന്ന് അറിയുന്നില്ല. ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴാണ് ഉണ്ടായിരുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഭാരതത്തിന്റെ ജനസംഖ്യ ഏറ്റവും കൂടുതലായിരിക്കണം. ഭാരതത്തിന്റെ വിസ്തൃതിയും വളരെ വലുതായിരിക്കണം. ലക്ഷക്കണക്കിന് വർഷങ്ങളാണെങ്കിൽ വളരെയധികം സ്ഥലം ഉണ്ടായിരിക്കണം. മുഴുവൻ ലോകത്തിന്റെയും സ്ഥലം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ലക്ഷക്കണക്കിന് വർഷമാണെങ്കിൽ എത്രയധികം മനുഷ്യർ ജന്മമെടുത്തിട്ടുണ്ടായിരിക്കണം. എണ്ണമറ്റ മനുഷ്യർ ഉണ്ടായിരിക്കണം. അത്രയൊന്നും ആയിരിക്കുകയില്ല. ഈ കാര്യങ്ങളെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നു.
മനുഷ്യർ കേൾക്കുമ്പോൾ പറയുന്നു, ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും കേട്ടിട്ടില്ല, ഒരു ശാസ്ത്രത്തിലും പഠിപ്പിച്ചിട്ടുമില്ല. ഇതെല്ലാം അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രത്തിന്റെയും ജ്ഞാനമുണ്ട്. ഇദ്ദേഹം, അതായത് ബ്രഹ്മാവിന്റെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ ഇപ്പോൾ പതിത ആത്മാവാണ്. സതോ പ്രധാനമായിരുന്നവർ തമോ പ്രധാനമായി മാറി. വീണ്ടും സതോ പ്രധാനമായി മാറണം. നിങ്ങൾ ആത്മാക്കൾക്ക് ഇപ്പോൾ പഠിപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് ശരീരത്തിലൂടെ കേൾക്കുമ്പോൾ ശരീരം ആടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആത്മാവാണല്ലോ കേൾക്കുന്നത്. നമ്മൾ ആത്മാക്കളാണ് 84 ജന്മം എടുക്കുന്നത്. 84 അച്ഛനും അമ്മയും തീർച്ചയായും ലഭിക്കും. ഇതും ഒരു കണക്കാണ്. ബുദ്ധിയിൽ 84 ജന്മം എടുത്തു എന്ന് വരുന്നുണ്ട്. പിന്നീട് അതിൽ കുറവ് ജന്മം എടുക്കുന്നവരുമുണ്ട്. മിനിമം, മാക്സിമം എന്ന് കണക്കുണ്ടായിരിക്കുമല്ലോ. ബാബ മനസ്സിലാക്കി തരികയാണ് ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് വീണ്ടും 84 ജന്മമെന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അനേക ജന്മങ്ങൾ എന്ന് പറയുന്നു. കണകണങ്ങളിൽ എവിടെ നോക്കിയാലും അങ്ങ് തന്നെ അങ്ങ്, കൃഷ്ണൻ തന്നെ കൃഷ്ണൻ. മധുര വൃന്ദാവനത്തിൽ പറയുന്നു, കൃഷ്ണൻ സർവവ്യാപിയാണ്. രാധയുടെ ഭക്തർ പറയുന്നു, രാധ തന്നെ രാധ. പറയുന്നു, ഞാൻ രാധാസ്വാമിയാണ്. കൃഷ്ണസ്വാമി മറ്റുള്ളവരാണ്. അവർ രാധയെ അംഗീകരിക്കുന്നു. എവിടെ നോക്കിയാലും രാധ തന്നെ രാധ, നിങ്ങളും രാധ, ഞാനും രാധ. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ഞാൻ ഏഴകളുടെ തോഴനാണ്. ഭാരതം ഏറ്റവും വലിയ ധനികനായിരുന്നു. ഇപ്പോൾ വളരെയധികം ദരിദ്രരായി മാറി. അതിനാൽ എനിക്ക് ഭാരതത്തിൽ തന്നെ വരേണ്ടതായിട്ടുണ്ട്. ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകമാണ്. ഇതിലൊരൽപ്പം പോലും വ്യത്യാസമുണ്ടാകാൻ സാധിക്കുകയില്ല. ഇത് വലിയ ഡ്രാമയാണ്. അവിടെയുള്ളത് പരിധിയുള്ള നാടകമാണ്. ഡ്രാമയിൽ എന്താണോ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അതേപോലെ തന്നെ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഡ്രാമയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഡ്രാമ, അർത്ഥം, ഡ്രാമ. അവിടെയുള്ളത് പരിധിയുള്ള ഡ്രാമയാണ്. ഇവിടെയുള്ളത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിന്റെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് ആർക്കും അറിയുകയില്ല. ഏഴകളുടെ തോഴൻ എന്ന് നിരാകാരനായ ഭഗവാനെ തന്നെയാണ് അംഗീകരിക്കുന്നത്. കൃഷ്ണനെ അംഗീകരിക്കുകയില്ല. കൃഷ്ണൻ ധനവാനും സത്യുഗത്തിലെ രാജകുമാരനുമായി മാറുന്നു. ഭഗവാന് തന്റേതായ ശരീരം തന്നെ ഇല്ല. ബാബ വന്ന് നിങ്ങൾ കുട്ടികളെ ധനവാനാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് രാജയോഗത്തിന്റെ പഠിപ്പ് നൽകുന്നു. അവർ ലോകത്തിലെ പഠിപ്പിലൂടെ വക്കീൽ മുതലായവർ ആയി മാറുന്നു. പിന്നീട് സമ്പാദിക്കുന്നു. ബാബയും നിങ്ങൾ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഭാവിയിൽ നരനിൽ നിന്ന് നാരായണനായി മാറുന്നു. നിങ്ങൾക്ക് ജന്മമുണ്ടല്ലോ. സ്വർഗം സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്ന് അങ്ങനെയായിരിക്കരുത്. കൃഷ്ണനും ജന്മമെടുത്തിട്ടുണ്ടല്ലോ. ആ സമയം കംസപുരിയൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണന് എത്രയധികം പേരാണ് വെച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ അച്ഛന്റെ പേര് തന്നെ ഇല്ല. കൃഷ്ണന്റെ അച്ഛൻ എവിടെയാണ്? തീർച്ചയായും രാജാവിന്റെ കുട്ടി തന്നെ ആയിരിക്കുമല്ലോ. അവിടെ വലിയ രാജാക്കന്മാരുടെ വീട്ടിൽ ജന്മമെടുക്കും. പക്ഷേ അവിടെ പതിത രാജാക്കന്മാരായത് കാരണം അവരുടെ പേര് പറയാറില്ല. കൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് പതിതരും ഉണ്ടായിരുന്നു. എപ്പോഴാണോ പൂർണ്ണമായും പതിതർ ഇല്ലാതാകുന്നത് അപ്പോഴാണ് കൃഷ്ണൻ സിംഹാസനത്തിൽ ഇരിക്കുക. തന്റെ രാജ്യം നേടുമ്പോൾ കൃഷ്ണന്റെ സംവത്സരം ആരംഭിക്കുകയായി. ലക്ഷ്മി നാരായണനിൽ നിന്നുമാണ് സംവത്സരം ആരംഭിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായ കണക്കെടുക്കൂ. അവരുടെ രാജ്യം ഇത്ര സമയം, അതിനുശേഷം ഇവരുടെ രാജ്യം ഇത്ര സമയം. അപ്പോൾ മനുഷ്യർ മനസ്സിലാക്കും കൽപ്പത്തിന്റെ ആയുസ് അത്രയും വലുതല്ല എന്ന്. 5000 വർഷത്തിന്റെ
പൂർണമായ കണക്കാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം ബുദ്ധിയിൽ വെച്ച് സത്തോപ്രധാനമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. എനിക്ക് തീർച്ചയായും സത്തോപ്രധാനമായി മാറണം. കേവലം ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. 2. ഈ പരിധിയില്ലാത്ത ഡ്രാമയെ ബുദ്ധിയിൽ വെച്ച് അളവില്ലാത്ത സന്തോഷത്തിലിരിക്കണം. ബാബയ്ക്ക് സമാനം ബഹുമാനം നേടുന്നതിന് വേണ്ടി പതിതരെ പാവനമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. വരദാനം: അധികാരത്തിന്റെ സ്മൃതിയിലൂടെ സർവശക്തികളുടെയും അനുഭവം ചെയ്യുന്നവരായ പ്രാപ്തി സ്വരൂപരായി ഭവിക്കട്ടെ. അഥവാ ബുദ്ധിയുടെ സംബന്ധം സദാ ഒരു ബാബയോട് ചേർന്നിട്ടുണ്ടെങ്കിൽ സർവശക്തികളുടെയും സമ്പത്ത് അധികാരത്തിന്റെ രൂപത്തിൽ പ്രാപ്തമാകുന്നു. ആരാണോ അധികാരിയെന്ന് മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യുന്നത്, അവരുടെ പറച്ചിലിലോ സങ്കല്പത്തിൽ പോലുമോ യാചിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരിക്കില്ല. ഈ അധികാരത്തിന്റെ സ്മൃതി തന്നെയാണ് സർവശക്തികളുടെയും പ്രാപ്തിയുടെ അനുഭവം ചെയ്യിക്കുന്നത്. അപ്പോൾ ലഹരിയുണ്ടായിരിക്കട്ടെ, സർവശക്തികളും എന്റെ ജന്മസിദ്ധ അധികാരമാണ്. അധികാരിയായി നടക്കുകയാണെങ്കിൽ അധീനത സമാപ്തമാകും. സ്ലോഗൻ: സ്വയത്തിനോടൊപ്പം പ്രകൃതിയെയും പാവനമാക്കണമെങ്കിൽ സമ്പൂർണ്ണ ആകർഷണമുക്തരാകൂ. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛമാകൂ. അഥവാ പവിത്രതയുടെ നിയമം പക്കയാണെങ്കിൽ ആകർഷണമുക്തം, അസൂയ, ക്രോധത്തിൽ നിന്നുകൂടി മുക്തമാകൂ. പുറുപുറുപ്പും ഉണ്ടാകരുത്. ഇത് നടക്കുക തന്നെ വേണം. ഈ ആകർഷണവും പാടില്ല. സ്വാർത്ഥത അല്ലെങ്കിൽ അസൂയയ്ക്ക് വശപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുക. അത് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ ക്രോധം ജനിക്കും. അതിനാൽ പവിത്രതയുടെ തൂണ് ഉറച്ചതാക്കൂ. എങ്കിൽ ഈ തൂണ് ലൈറ്റ് ഹൗസിന്റെ ജോലി ചെയ്യും. ഓം ശാന്തി.